ഈ ബാർ കോഴ എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞതിനേക്കാളും വളരെ വലിയ കഴിഞ്ഞ 1 കോടി രൂപയുടെ ആയിരുന്നു അന്ന് ആരോപണം ഉണ്ടായെങ്കിൽ ഇന്നിപ്പോൾ 25 കോടി രൂപയുടെ ആരോപണമാണ് വന്നേക്കുന്നത്. ഇത് അറിഞ്ഞില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥരെ മേളിൽ ഇടുന്ന ഒരു പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് വിലപ്പോകത്തില്ല. ഈ കേരളത്തിലുള്ളവർ, അതായത് ഇവർ ഈ കുടിയന്മാരൊഴിച്ച്, കാരണം കുടിയന്മാർക്ക് ഇത് പ്രശ്നമല്ല, അതൊഴിച്ച് ബാക്കിയുള്ളവർക്കെല്ലാം അവർ ബോധമുള്ളവരാണ്. അവർ ഒന്ന് ചിന്തിക്കും, ഇതെന്ത് വൃത്തികേടാ കാണിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇവർ മനസ്സിലാക്കണം. ഇവിടെ ഉള്ളവരെല്ലാം പൊട്ടന്മാരല്ല എന്നിവരൊന്ന് തിരിച്ചറിയണം. അതറിയുന്നില്ല ഇവർ, അതാണ് ഇവരുടെ പ്രശ്നം. അപ്പൊ ഇതിന് ആലോചന നടന്നിട്ടില്ല. പിന്നെ ആലോചന നടക്കാതാണോ ഈ ബാറുകളുടെ സംഘടന പണം പിരിക്കുന്നത്? പണ്ടും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്, അതായത് ഈ പിണറായി സർക്കാർ വരുന്നതിനും മുമ്പ് ഉള്ള സർക്കാരിന്റെ കാലത്തും ഇതാണ് നടന്നുകൊണ്ടിരുന്നത്, നമ്മൾ കണ്ടതല്ലേ. അതിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളുണ്ടായി. കോഴ വാങ്ങി എന്നുള്ള ഒരു ആരോപണം ഉണ്ടായി. ആ കോഴ വാങ്ങിയതിന്റെ പുറത്ത് നിയമസഭയിൽ മേശപ്പുറത്തുള്ള ഡാൻസ് ഒക്കെ നമ്മൾ കണ്ടതല്ലേ, അരങ്ങേറിയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതേപോലുള്ള കലാപരിപാടികളൊക്കെ അന്ന് നടന്നതാണ്. അപ്പൊ ഇത് ഇനിയും നടന്നുകൊണ്ടിരിക്കും. അത് ഇപ്പോ അതിനപ്പുറത്ത് ആരോപണം ഇപ്പോൾ വന്നേക്കുന്നത്. എന്നാൽ 25 കോടി രൂപ ആണ് ഇത് കളക്ട് ചെയ്ത് കൊടുക്കേണ്ടത്, എന്നാലേ പറ്റുള്ളൂ. കാരണം അത് കളക്ട് ചെയ്ത് കൊടുക്കണം. അത് അല്ലെങ്കിൽ അത് നമ്മൾ ഏത് സർക്കാരിൻ്റെ ആയാലും പോളിസി തീരുമാനിക്കണമെങ്കിൽ അങ്ങനെ വേണം എന്നുള്ളതാണ് ആ പ്രസ്താവനയിൽ നിന്ന് വന്നത് കേട്ടോ. ഏതായാലും ഇത് വെളിയിലായി, ഇത് പ്രശ്നമായി. അപ്പൊ അതിന് ഒരു ആലോചനയും നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ ടൂറിസം സെക്രട്ടറിയും അതുപോലെ തന്നെ ടൂറിസം ഡയറക്ടറും അവരും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ആലോചന നടന്നു. സൂം മീറ്റിംഗ് നടന്നു. എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള സൂം മീറ്റിംഗ് നടന്നു. അതിനകത്ത് അതായത് ബാറുകളുടെ സംഘടന, അവരുടെ പ്രതിനിധികളുണ്ടായിരുന്നു ഈ സൂം മീറ്റിങ്ങിന്. അതിനകത്ത് അജണ്ടയൊക്കെ തീരുമാനിച്ചിട്ട് സൂം മീറ്റിംഗ് മീറ്റിംഗ് നടന്നു. ആ മീറ്റിംഗ് നടന്നപ്പോൾ എന്താ, അതിനകത്ത് ഒരു ചെറിയ വിവരം ഇതൊന്നും സംസാരിച്ചതേ ഉള്ളൂ. വേറെ കാര്യത്തിന് വേണ്ടിയായിരുന്നു കേട്ടോ. അതായത് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട ഈ ടൂറിസം ഇതിനകത്ത് വന്ന് കയറുന്നത് എങ്ങനെയാണെന്ന് ആലോചിക്കണം. കാരണം ഈ ടൂറിസത്തിന്റെ മന്ത്രി എന്ന് പറയുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ബഹുമാനീയനായ മുഖ്യമന്ത്രിയുടെ മരുമോനായിപ്പോയി. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ടൂറിസത്തിന് ഇങ്ങനെയുള്ളതിനകത്തെല്ലാം ഇപ്പൊ ടൂറിസം ഉണ്ട്. ഇപ്പം മദ്യത്തിന്റെ ഇടപാട് വന്ന് അതിലും ടൂറിസം വരും. കാരണം ആ മന്ത്രിക്ക് ഇങ്ങോട്ട് കയറണ്ടേ, ഇതിനകത്ത് ഏതിലും കൈയടത്താമല്ലോ, മരുമോനല്ലേ. മരുമകന്റെ രാഷ്ട്രീയമാണ് ഇപ്പൊ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് നാണക്കേടാണെന്ന് ആലോചിച്ച് നോക്കുക. എത്ര കുടുംബം തൊലച്ചിട്ടാണ് ഈ പണം ഉണ്ടാക്കുന്നത്. ഈ രാഷ്ട്രീയക്കാരെ ആരെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ജനങ്ങൾക്ക്? ഇതല്ലേ അവരുടെ അതായത് ഈ പണം പിടുങ്ങിയെടുക്കുന്ന മാർഗം. ഒരുത്തം കാശ് ചോദിച്ചു കൊടുത്തില്ലെങ്കിൽ ബിവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് ഒരെണ്ണം തൊട്ടടുത്ത് വരും. പിറ്റേ ദിവസം അതോടുകൂടി അവന്റെ കച്ചവടം പൂട്ടി. അത് പേടിച്ച് ഇവർ പൈസ കൊടുക്കും. ഇവര് അതിനെന്താ, ഇതിന് ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ ലാർജ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ലാർജ് എന്ന് പറയുന്ന ഒരു മദ്യത്തിന്റെ അളവ്, അത് ആദ്യം ഒരു 2-3 വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവന് കിട്ടുന്നത് ലാർജ് ആണോ സ്മാളാണോ എന്ന് അവനറിയത്തില്ല. അതാണ് ഇതിന്റെ ഇടപാട്. പിന്നെ ഇതിന്റെ അളവ് അതിൽ നിന്നൊരു 10 ml വീതം കുറച്ചാലും ഇവർ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ വെറും വെള്ളമായിരിക്കും കൊണ്ടു കൊടുക്കുന്നത്, സോഡ. അതും വാങ്ങിച്ച് കുടിക്കും. കാര്യം എന്തെന്നൊരു ബോധമില്ലാതിരിക്കുകയല്ലേ. അപ്പൊ ഇങ്ങനെയാണ് അവർ ഈ പണം ഉണ്ടാക്കുന്നത്. അത് കറക്റ്റാണ്. സമൂഹത്തിൽ അശാന്തി പടരാൻ യഥാർത്ഥത്തിൽ ഇടയാകുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് ഈ മയക്കുമരുന്നുകൾ, അതുപോലെ തന്നെ മദ്യം, ഈ വിപത്താണ്. അതിന് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇത് ഏറ്റവും കുറച്ച് കൊണ്ടുവരുന്നതിന് പകരം അത് കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ IT പാർക്ക്, അവിടെ വലിയ കുഴപ്പമില്ലാതെ ഇച്ചിരി ഡീസൻ്റായിട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇനി അവിടെ കാരണം അവർക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി വാങ്ങിക്കാനൊക്കെ ഇത്തിരി മെനക്കേടാണ്. ഇനി അന്നേരം അവർക്ക് അവിടെ കൊണ്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഓൺലൈനായിട്ടും കൂടെ കച്ചവടം നടത്തണം. ഓൺലൈൻ ഉണ്ട്, അവിടെ വിദേശത്തെല്ലാം ഓൺലൈൻ ഉണ്ട്. അതുപോലെ ഓൺലൈനായിട്ട് അതും കൂടെ അങ്ങ് ചെയ്ത് കൊടുത്താൽ വളരെ നല്ലതാണ്. കാരണം വീട്ടിൽ ഇരുന്നുകൊണ്ട് ഒരു പ്രശ്നമില്ല, അവിടെ കൊണ്ട് കൊടുക്കും. ആ രീതിയിൽ ആക്കേണ്ടതാണ് കണക്കിന് ഇവര്. അതെന്താ ഇവർ തുടങ്ങാത്തതെന്നാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം നല്ല ഒരു സാഹചര്യം കിട്ടും. ഇനി IT പാർക്കുകളിലൊക്കെ ഇതേപോലെ മദ്യശാലകൾ തുറക്കുക കേട്ടോ. അത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. കാരണം അത് കൂട്ടിയല്ലാതെ അവർക്ക് ചാപ്പാട് കഴിക്കാൻ പറ്റുകയില്ല. അവിടെ നിന്ന് ഈ കമ്പ്യൂട്ടറിനകത്തൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ
ഇതിൻ്റെ ഒരു കിക്കില്ലാതെ അത് ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും അവിടെയും കൊടുക്കണം. ഇതൊക്കെ ആരുടെ ആവശ്യമാണ്? ഇത് മദ്യപിക്കാൻ വരുന്നവരുടെ ആവശ്യമല്ല ഇത്. യഥാർത്ഥത്തിൽ ബാറുകാർ, അതുപോലെ ഇതിൻ്റെ പുറകിലുള്ള മദ്യവിപണി, അവരാണ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുമ്പ് ഒരു മന്ത്രിക്കെതിരെ ഇതുപോലെ ഇവരുടെ ഗവൺമെൻറ് അല്ല, അതിന് മുമ്പുള്ള ഗവൺമെൻറ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ വലിയ ആരോപണങ്ങളുമൊക്കെ വന്നു. ഞാൻ പറഞ്ഞ പോലെ മേശപ്പുറത്ത് ഡാൻസൊക്കെ അരങ്ങേറിയ സംഭവമൊക്കെ ഉണ്ടായി. അതെല്ലാം കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്തെന്നറിയോ, അതെല്ലാം അങ്ങ് തൂത്ത് കളഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മകനെയും ഇപ്പോൾ ഇവരെ കൂടാണ് പിടിച്ചതിലോട്ടാക്കി. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ അത് പണ്ടത്തെ ആരോപണത്തെക്കുറിച്ച് ഒന്നും പറയത്തില്ല. കാരണം ഇനി പറഞ്ഞാൽ ഒക്കത്തില്ല. കാരണം ഇയാൾ പണം, അത് കാരണം പണ്ട് ഇങ്ങനെ കോഴ വാങ്ങി എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ പറയാൻ ഒക്കത്തില്ല. ഇപ്പോൾ പ്രശ്നമില്ല. കാരണം അത് ആ ഡാൻസോട് കൂടി തീർന്നു. അത് അങ്ങ് പോയി. അതെല്ലാം മായ്ച്ചു കളഞ്ഞു. ഇനി അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇവർക്ക് ഈ കോൺഗ്രസ്സുകാർക്കും പറയാൻ ഒക്കത്തില്ല. കാരണം അവർ ആണ് അന്ന് ഇത് പൊത്തിപ്പിടിച്ച് പൊതിഞ്ഞ് കൊണ്ടു നടന്നത്. ഒന്നും വാങ്ങിയിട്ടില്ല, ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നടന്നത്. എല്ലാവരും വാങ്ങും. ഇതാണ് ജോലി. കാരണം ഇത് വെറുതെ കിട്ടുന്ന പണം. ഇതിനകത്ത് ഈ ഒന്നുമല്ല. ആ രാഷ്ട്രീയം അന്ന് ഇതിന് എതിരെ ഇത്രത്തോളം സമരം ചെയ്ത് ആ ഗവൺമെന്റിനെ അതുകൊണ്ട് താഴെ ഇറക്കണം, ആ മന്ത്രി രാജിവെപ്പിക്കണം എന്ന് പറഞ്ഞവർ ആ മന്ത്രിയെ അവസാനം കൂടെ കൂട്ടി. ഇതാണ് കാര്യം. അപ്പോൾ അങ്ങനെ മന്ത്രിയുടെ കുടുംബത്തിനെ കൂടെ കൂട്ടിയതോടുകൂടി അതങ്ങ് മാറിക്കിട്ടി, അതങ്ങ് പോയി എന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് ഈ രാഷ്ട്രീയത്തിന് അന്നേരം എന്താ വില, എന്താ ധാർമ്മികതയുള്ളത്? എന്തെങ്കിലും ധാർമ്മികതയുണ്ടോ രാഷ്ട്രീയത്തിന്? അതില്ല. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടത്, ഏറ്റവും വലുത് വേണ്ടത് ധാർമ്മികതയാണ്. അവർക്ക് ആ ധാർമ്മിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കടമയുള്ളതാണ്. പക്ഷെ ഇന്ന് രാഷ്ട്രീയത്തിന് ഈ ധാർമ്മികത ഒന്നും കാണാനില്ല. നമുക്ക് ആ രീതിയിലായിപ്പോയി. ഏറ്റവും വലിയ ആരോപണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആ ആരോപണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതിനെ പിടിച്ചൊലയ്ക്കേണ്ട ഒരു ആരോപണമാണ്. ഇത് നേരെ മറിച്ച് ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന ഒരു സമയമായിരുന്നിരിക്കട്ടെ, അന്ന് മേശപ്പുറത്ത് വരെ ഡാൻസ് കളിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനപ്പുറത്തെ തെരുവിൽ എന്തായിരുന്നു അരങ്ങേറുന്നതെന്ന് നമുക്കറിയാം. മഴക്കാലത്തായാൽ പോലും കേരളം കത്തുമായിരുന്നു. ഇപ്പം മഴയാണ്, ഭയങ്കര മഴയും പ്രളയവും ഒക്കെ തന്നെയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അന്നും ഇവിടെ ഈ സമയത്ത് പോലും ഇവിടെ കത്തുമായിരുന്നു. ഈ കോൺഗ്രസ് ആയിരുന്നു ഭരിക്കുന്നതെങ്കിൽ ഇവർക്കിത് കൊണ്ടു നടക്കാനൊന്നുമുള്ള കഴിവില്ല. ഇത് ചൂണ്ടിക്കാണിക്കാനോ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനോ ഉള്ള ഒരു യോജിപ്പോ കഴിവോ ഇവർക്കില്ല. യോജിക്കാൻ ഒക്കത്തില്ല. കാരണം ഇവരും പണ്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു ഇതിനകത്തുണ്ടല്ലോ, ഒരു ഉളുപ്പ് മനസ്സിനകത്ത് കാണുമല്ലോ. അതുകൊണ്ടായിരിക്കും. എന്തായാലും ശരി, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലെ അധപ്പതിച്ചു പോയി. ഈ രീതിയിലുള്ള രാഷ്ട്രീയമാണ് ഇന്ന് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.